നമസ്കാരം. തെക്കൻ ഗാസയിൽ അഭയാർത്ഥികൾ തിങ്ങി നിറഞ്ഞ റഫയിലേക്കും ഇസ്രായേൽ സൈന്യം പ്രവേശിച്ചേക്കും എന്ന ആശങ്കകൾക്കിടയിൽ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നടത്തുന്ന മധ്യപൂർവ്വദേശ സന്ദർശനം വെടിനിർത്തൽ പ്രതീക്ഷ നൽകുന്നു. ഇന്നലെ സൗദി അറേബ്യയിലെത്തിയ ബ്ലിങ്കൻ തുടർന്ന് ഈജിപ്റ്റ്, ഖത്തർ, ഇസ്രായേൽ, വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളും സന്ദർശിക്കും. ഗാസ യുദ്ധം തുടങ്ങിയ ശേഷം മേഖലയിൽ ബ്ലിങ്കന്റെ 5ാം സന്ദർശനമാണിത്. ഈജിപ്റ്റ്, ഖത്തർ മധ്യസ്ഥതയിൽ US മുൻകൈയെടുത്ത് തയ്യാറാക്കിയ 40 ദിവസത്തെ വെടിനിർത്തലിനുള്ള കരാർ കഴിഞ്ഞയാഴ്ച കൈമാറിയെങ്കിലും ഹമാസ് പ്രതികരിച്ചിട്ടില്ല. 4 മാസം പിന്നിടുന്ന യുദ്ധം നിർത്തുമെന്ന് ഇസ്രായേൽ ഉറപ്പു നൽകാതെ കരാറിനില്ല എന്ന നിലപാടിലാണ് ഹമാസ്. ബന്ദികളുടെ മോചനത്തിനുള്ള വെടിനിർത്തലിനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. ബ്ലിങ്കൻ നടത്തുന്ന ചർച്ചയിൽ ഈ സ്ഥിതി മാറുമോ എന്ന് നിരീക്ഷിച്ച ശേഷമായിരിക്കും ഹമാസ് നിലപാട് അറിയിക്കുക. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസ് പിടിക്കാനായി 2 ആഴ്ച പിന്നിട്ട ആക്രമണം രൂക്ഷമായി തുടരവേ മധ്യ ഗാസയിൽ പള്ളിയിലും വീടുകളിലും ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെട്ടു. ഗാസ സിറ്റിയിൽ പുനരാരംഭിച്ച കനത്ത വെടിവയ്പ് തുടരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 27,478 പലസ്തീൻകാരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. 66,835 പേർക്ക് പരിക്കേറ്റു. ഏറ്റുമുട്ടലിൽ 226 സൈനികർ ഇതിനകം കൊല്ലപ്പെട്ടതായി ഇസ്രായേലും അറിയിച്ചു. അതേസമയം ഇറാൻ പിന്തുണയുള്ള ഇറാഖിലെയും സിറിയയിലെയും സായുധ സംഘടനകളുടെ താവളങ്ങളിൽ കൂടുതൽ ആക്രമണം നടത്താൻ US തയ്യാറെടുക്കവേ സിറിയയിലെ US താവളത്തിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ US അനുകൂല കുർദ് വിഭാഗത്തിലെ 6 പേർ കൊല്ലപ്പെട്ടു. അതേസമയം ഗാസ സിറ്റിയിൽ നിന്ന് പലായനം ചെയ്യുന്നതിനിടെ കാണാതായ 6 വയസ്സുകാരി ഹിന്ദ് റജബിനെയും കുട്ടിയെ രക്ഷിക്കാൻ പോയ 2 സന്നദ്ധ പ്രവർത്തകരെയും കുറിച്ച് 7 ദിവസം കഴിഞ്ഞിട്ടും വിവരമില്ല. കഴിഞ്ഞയാഴ്ച കുടുംബാംഗങ്ങൾക്കൊപ്പം തെക്കൻ ഗാസയിലേക്ക് കാറിൽ പോകവേ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പിൽ ഹിന്ദ് ഒഴികെ കാറിലുണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടു. സഹായം തേടി റജബ് നടത്തിയ അടിയന്തര ഫോൺ സന്ദേശത്തെ തുടർന്ന് കുട്ടിയെ തിരഞ്ഞ് പലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയിലെ യൂസഫ് സേനോയും അഹമ്മദ് അൽ മദൂനും പുറപ്പെടുകയായിരുന്നു. ഇവരെക്കുറിച്ചും പിന്നീട് വിവരമൊന്നുമില്ല. കാറിൽ മൃതദേഹങ്ങൾക്കിടയിലിരുന്ന് കണ്ണീരോടെ ഹിന്ദ് നടത്തിയ ഫോൺ വിളിയുടെ ശബ്ദരേഖ റെഡ് ക്രസന്റ് സൊസൈറ്റി പുറത്തുവിട്ടിരുന്നു. ഇതിനിടെ തെക്കൻ ഗാസയിലെ റാഫയിൽ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ നഴ്സറി സ്കൂൾ തകർന്നിരുന്നു. 2 പിഞ്ചു കുട്ടികൾ കൊല്ലപ്പെട്ടതായി പലസ്തീൻ വാർത്താ ഏജൻസി വഫ അറിയിച്ചു. മധ്യ ഗാസയിലെ ദേർ അൽ ബാലയിൽ ബോംബാക്രമണത്തിൽ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടു. ഗാസ സിറ്റിയിൽ ഡ്രോൺ ആക്രമണം ശക്തമാണ്. ആളുകൾ ഉൾപ്പെടെ ചലിക്കുന്ന എല്ലാത്തിനും നേരെ വെടിയുതിർക്കുന്ന ഡ്രോണുകളെ പേടിച്ചാണ് പലസ്തീൻകാർ അവിടെ കഴിയുന്നത്. ഗാസ സിറ്റിയിലും ഖാൻ യൂനിസിലും ഹമാസ് ശക്തമായ ചെറുത്തുനിൽപ്പ് തുടരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. തെക്കൻ ലെബനനിൽ ഹിസ്ബുല്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടു. ജെറുസലേമിൽ ക്രിസ്ത്യൻ പുരോഹിതനെ 2 ഇസ്രായേലുകാർ അപമാനിച്ചതിനെ പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. അതേസമയം യമനിലെ ഹൂതികളുടെ ആയുധപ്പുരകളിൽ അടക്കം 36 കേന്ദ്രങ്ങളിൽ ബോംബിട്ട് USഉം ബ്രിട്ടനും. ഓസ്ട്രേലിയ, ബഹ്റൈൻ, കാനഡ, ഡെൻമാർക്ക്, നെതർലൻഡ്സ്, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളും സഹകരിച്ച സംയുക്ത ആക്രമണമാണ് നടത്തിയതെന്ന് US വ്യക്തമാക്കി. ആക്രമണത്തിന് പകരം ചോദിക്കുമെന്നും ഗാസയിൽ ഇസ്രായേൽ യുദ്ധം നിർത്തും വരെ ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുമെന്നും ഹൂതി വക്താവ് യഹിയ സരിയ പ്രഖ്യാപിച്ചു.